നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വഴിക്ക് പോയാലും അവസാനം ഫൈനലി വന്നെത്തുന്ന ഡെസ്റ്റിനേഷൻ അത് കൊട്ടാരം ബേക്കേഴ്സ്. പക്ഷേ നമ്മുടെ പൊൻകുന്നം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള കൊട്ടാരം ബേക്കേഴ്സ് അതിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ചെന്ന് ബേക്കറി മാത്രം വാങ്ങിക്കാനല്ല, അവിടെ നിന്ന് പൊൻകുന്നം ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്നതും ഇറങ്ങുന്നതുമായ എല്ലാ വണ്ടിയും കാണാം. അപ്പോൾ കൊട്ടാരത്തിൽ കയറി കാപ്പി കുടിക്കുകയും ചെയ്യാം, വണ്ടി വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും. അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിൽ കയറിയപ്പോഴാണ് നമ്മുടെ ഹോളി മരിയ ജെ നെടുങ്കണ്ടത്തുനിന്ന് കോട്ടയത്തിന് പോകാൻ വേണ്ടിയിട്ട് പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും അവിടെ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ വണ്ടി ഇറങ്ങി വരുന്നത് കാണാൻ എന്താ ഒരു തലയെടുപ്പാന്ന്. ഞാൻ അവിടെ ഇരുന്നേ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി വരെ പോവാം. അപ്പോഴാണ് ജസ്റ്റ് പറഞ്ഞേ നമ്മുടെ വണ്ടി വരുന്ന സമയമായി, അതും കൂടെ വണ്ടീനെയും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. കറക്റ്റ് ഈ സമയത്ത് നിന്നാൽ നമ്മുടെ ഒരു വണ്ടി മാത്രം, അധികം സമയ വ്യത്യാസം ഇല്ലാതെ 2 വണ്ടി കാണാൻ പറ്റുമേ. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേനും അടുത്ത വണ്ടി വന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന ഹോളി മരിയ ജെ. എന്നതാണേലും വന്നതാ, എന്നാൽ പിന്നെ എല്ലാ വണ്ടിയും കണ്ടിട്ട് പോകാം. എല്ലാ വണ്ടിയൊന്നും കണ്ടില്ല കേട്ടോ, 2 വണ്ടി കാണാൻ പറ്റിയേ ഉള്ളതാവട്ടെ. നമ്മൾ എതുവഴിയെങ്കിലും പോയാൽ വണ്ടി വരുന്ന സമയമാകുമ്പോൾ ജസ്റ്റ് കറക്റ്റ് അവിടെ വണ്ടി നിർത്തിയിട്ട് പറയും ഇപ്പം വണ്ടി വരും, അത് കഴിഞ്ഞിട്ട്. പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു. പക്ഷേ ഇപ്പം ജസ്റ്റിലൂടെ കൂടി എനിക്കിത് യൂസ്ഡായി. ഞാൻ വണ്ടി ജസ്റ്റിയോട് പറയുന്നു, ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലിനകത്തും എൻ്റെ ഫോണിനകത്തും ഞാൻ വണ്ടിയുടെ ഫോട്ടോസും വീഡിയോ ഒന്നും എടുക്കുകയായിരുന്നു. പക്ഷേ ജസ്റ്റ് അത് എടുക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് അവസാനം ഞാൻ തന്നെ എടുത്ത് ഞാനിപ്പോൾ ഇതിന് അഡിക്റ്റായി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ശരി, എന്നാൽ പോയിച്ചും വരാം.